കഥയില്ലത് ജീവിതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിന്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ടി വി മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി കെ ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. ചില നാളുകൾക്ക് മുമ്പ് അജിതകുമാരി കഥയല്ലത് ജീവിതത്തിൽ വന്നത് തൻ്റെ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളുമായിട്ടാണ്. അന്ന് നടന്നത് എന്താണെന്നറിയാൻ വേണ്ടി ഒരിക്കൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം ഒരു ചെറിയ റീക്യാപ്പ്. ഇത് അജിതകുമാരി. തിരുവനന്തപുരം നെല്ലിമൂട് സ്വദേശിനിയായ അജിതകുമാരി സ്വന്തം സഹോദരങ്ങൾക്കെതിരെ പരാതിയുമായാണ് കഥയല്ലത് ജീവിതത്തിന്റെ വേദിയിലെത്തിയത്. നിങ്ങളുടെ ആവശ്യം എന്താണ്? ഈ ഭാഗം നടത്തി കിട്ടി നിങ്ങൾക്ക് കിട്ടേണ്ട ഓഹരി കിട്ടിയാൽ മതി, ആ വീട് തന്നെ വേണം എന്നൊന്നും നിർബന്ധമൊന്നും എനിക്കില്ല. പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ശേഷിയില്ലാത്ത അജിതകുമാരി ഏറെ വേദനയോടെയാണ് തന്റെ ദുരിതാവസ്ഥ കഥയില്ലത് ജീവിതത്തെയും കെൽസ പാനലിനെയും അറിയിച്ചത്. എനിക്ക് ഒരിക്കൽ കോടതി ഉത്തരവ് തന്നു, എന്നെ അവരെ നിരോധിച്ചുകൊണ്ട് എന്നെ താമസിക്കാനായിട്ട്. ഈ ഉത്തരവും കൊണ്ടുപോയപ്പോൾ അവിടെ പൂര കളിയായിരുന്നു. അന്നേരം പിന്നെ അതും കൊണ്ട് ഞാൻ പയ്യെ അങ്ങ് മടങ്ങി വാടക വീട്ടിൽ പോയി. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത തനിക്കെതിരെ സഹോദരങ്ങൾ നടത്തുന്ന ക്രൂരതകളെ പറ്റിയും അജിതകുമാരി അന്ന് തുറന്നു പറഞ്ഞു. അമൃത ടിവി കഥയില്ലത് ജീവിതത്തിൽ അജിതകുമാരിയുടെ 2 സഹോദരിമാരും പങ്കെടുത്തിരുന്നു. ഏറെ ഉദ്വേഗം നിറഞ്ഞ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കഥയില്ലത് ജീവിതത്തിന്റെ വേദി സാക്ഷ്യം വഹിച്ചു. ഞങ്ങൾക്ക് തന്നേക്കാളും ഇവളെ നോക്കിയതാണ് എന്റെ പപ്പയും അമ്മയും. അന്ന് മുതലും നിനക്ക് അസുഖണ്ടേ? ആലോചന വന്ന് അവരോട് എല്ലാം എന്തിനൊക്കെ തെറ്റുകുറ്റം ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാം എവളാണ് തട്ടിച്ച് മാറ്റിയ മേഡം. എന്നാൽ അജയൻ എന്ന സഹോദരന്റെ അസാന്നിധ്യം മൂലം ഇവർക്കിടയിലുള്ള സ്വത്ത് തർക്കത്തിന് പരിഹാരം കാണാൻ അന്ന് സാധിച്ചില്ല. അജിതകുമാരിയുടെ പരാതി അമൃത ടിവി കഥയില്ലത് ജീവിതത്തിലൂടെ സംപ്രേഷണം ചെയ്തതിനു ശേഷം ഇവരുടെ സഹോദരനായ അജയൻ പ്രശ്നപരിഹാരത്തിന് താല്പര്യം പ്രകടിപ്പിച്ചു. നല്ല രീതിയിൽ കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് താൻ തയ്യാറാണെന്നും അജയൻ അറിയിച്ചു. ഒടുവിൽ അജയൻ എത്തുന്നു കഥയില്ലത് ജീവിതത്തിന്റെ വേദിയിലേക്ക്. അജിതകുമാരി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് എന്താണ്, അന്ന് നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം ശരിയായോ എന്നെല്ലാം അറിയാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് അജിതകുമാരിയാണ്. അജിതകുമാരി വരൂ, മുരുകൻ വരൂ. അജിതകുമാരി രണ്ടാമതും ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് പോയതിനു ശേഷം എന്തൊക്കെയാ ഉണ്ടായത്? ഇവിടുന്ന് നമ്മൾ ചില നിർദ്ദേശങ്ങളൊന്ന് പറഞ്ഞിരുന്നല്ലോ ആ വീടിന്റെ കാര്യത്തിലും ഒക്കെ. അതെന്താ ഉണ്ടായി? വിൽക്കാനായിട്ട് ആളെ കൊണ്ടുപോകുമ്പോ തട്ടി മാറ്റുക ചെയ്യുന്നേ. സമ്മതിക്കുന്നില്ല, മാറത്തില്ല എന്നാ പറയുന്നത്. അപ്പൊ ആ അനിയത്തി ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അല്ല, മുകളിലും ചോട്ടിലും ആയിട്ട് താമസിക്കാം എന്നുള്ളത് പറ്റില്ല എന്ന് പറഞ്ഞു. 2 മാസത്തിനും വീട് ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞിരുന്നു. 1 മാസം ജനുവരി 31 വരെ സമയം കൊടുത്തു. അതെ, ഒഴിഞ്ഞു തന്നിട്ടില്ല. എന്താ പറയുന്നേ? മാറില്ല എന്ന് പറയണ. വിൽക്കാൻ നമ്മൾ ആള് കൊണ്ട് ചെല്ലപ്പോഴേ അവര് വീണ്ടും അതേ പഴയ മുമ്പ് ഇത് 5 വർഷം കൊണ്ട് ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ് മാഡം. 5 വർഷം കൊണ്ട് ഈ വീട് വിൽക്കാൻ വേണ്ടി അവിടെ സംസാരിച്ചിട്ട് അവരുടെ സമ്മതത്തോട് തന്നെ നിങ്ങളുടെ കാല് പിടിക്കലും മാപ്പ് പറയലൊക്കെ ഉണ്ടായല്ലോ. അത് ഈ കുട്ടിയുടെ അതെല്ലാം അഭിനയമാണ്.
ഒഴിഞ്ഞ് തരില്ല എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. തരില്ല എന്ന് പറയുന്നു. ആ ഒരു ചേച്ചി വന്നല്ലോ അന്ന്, വന്നിട്ട് ഭയങ്കര നല്ല നിലയ്ക്കൊക്കെ സംസാരിച്ചു. ആ ചേച്ചിയോ? അതാണ് പ്രശ്നക്കാരി. പ്രശ്നക്കാരി അയാളാണ്. ഏതാ അന്ന് ഇവിടെ വളരെ രണ്ടാമത്തെ, ഇത് മൂത്തത്, മറ്റേ നടക്കുള്ളതാണ്. അന്ന് വളരെ ഒന്നിനുമില്ല, നീതി പറയണം നീറ്റായിട്ട് സംസാരിച്ചത്. അതിൻ്റെ ഇളയതാണ് അടുത്ത പ്രശ്നക്കാരി. മെയിൻ അവിടെ താമസിക്കുന്നത്, ഇപ്പം താമസിക്കുന്നത് മൂന്നാമത്തെ ആളാണ്, ഭർത്താവ്. കൊല്ലത്തുനിന്ന് അവിടെ സത്യം പറയാണ് മാഡം, 2 വീട് അവർക്കുണ്ട്. അതിന് തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഇതിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പേർക്കും കൂടെ, 4 പേരുണ്ട്, 4 പേർക്കും കൂടെ നമുക്കിത് വിറ്റ് അവരൊരു ഷെയർ എടുത്ത് മര്യാദ പിണങ്ങണ്ട. എന്നായാലും അച്ഛനമ്മ നിങ്ങളിപ്പം പറഞ്ഞത് വീട് തരാമെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ബലത്തിലാണ് ഞാൻ ഈ കുട്ടി കെട്ടിയത്. കാരണം എനിക്ക് വീടില്ല സ്വന്തമായിട്ട്. ആ ഒരു ബലം തന്നെയാണ് ഞാൻ ഈ കെട്ടാൻ തന്നെ കാരണം. വീട് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൂടെ ഈ കുട്ടിയെ നമ്മളവിടെ ആ കുടുംബ വീട്ടിൽ ഞാനും കല്യാണം കഴിഞ്ഞ് കുടുംബ വീട്ടിൽ ഞാനും ഈ കുട്ടിയും തന്നെ താമസിച്ചിരുന്നത്, എൻ്റെ ഭാര്യയായിട്ട്. പോയിട്ട് ഇളയ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ കൂടെ തന്നെ ആ കുട്ടി ഉണ്ടായിരുന്നു. അതിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതും ഒക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പം അത് നേരെ കൊല്ലത്ത് പോയി 2 മാസം കഴിഞ്ഞ് വീണ്ടും അടിച്ച് പിണങ്ങി പയ്യൻ്റെ കൈയും പിടിച്ചിങ്ങ് പോകും. നമ്മളെ കൂടെ വന്ന് ചേർന്നു. അപ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞു. നിന്നോട്ട്, ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ, നമുക്കൊരു ഭാര്യ കാലുവേദൻ്റെ ഒരു സഹായമാകും. അങ്ങനെ നിന്ന് കുറച്ച് കാലം നല്ല രീതിയിൽ സഹകരിച്ചൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും നമ്മളെ അവിടെ നിന്ന് എന്നിട്ടാണ് ഈ കുട്ടി അടിച്ചെടുത്തിട്ടിട്ട് എൻ്റെ മുമ്പ് വെച്ച് 2 പ്രാവശ്യം അത് ഈ കുടുംബ പ്രശ്നം ഇങ്ങനെ ഈ വസ്തുവിൻ്റെ കാര്യം സംസാരിക്കപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. 2 പ്രാവശ്യം എൻ്റെ മുമ്പ് വെച്ച് അടിച്ചു. അന്ന് 2 സിസ്റ്റേഴ്സ്, അതിലെ 3ാമത്തെ സിസ്റ്ററാണ് ഈ പറയുന്നത്. അത് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അല്ലേ? 3ാമത്തെ സിസ്റ്റർ ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പം ഈ കുട്ടിയുടെ ഇത് കണ്ടിട്ട്, ഈ അവസ്ഥ കണ്ടിട്ട് ഇയാൾ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഈ കുട്ടിയെ ഞാൻ എവിടേക്ക് കൊണ്ടുപോകും? ഇങ്ങനെ കാല് വയ്യാത്തൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് വീടോ കുടിയോ ഒന്നുമില്ല. അപ്പം ഞാൻ എവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോഴാണ് ഈ കുടുംബ വീട് ഈ കുട്ടിക്ക് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് കല്യാണം കഴിച്ചത്. എന്നിട്ട് ഈ ഒടുവിലത്തെ അനിയത്തി ഇങ്ങനെ ഒരാളായിട്ട് സ്നേഹമായി പ്രശ്നമായി കല്യാണം ഇവരൊക്കെ നിന്നിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. കാരണം അപ്പോഴേക്ക് അച്ഛനും അമ്മയും മരിച്ചു പോയി കഴിഞ്ഞു. അപ്പോൾ ഈ ഏട്ടനും കൂടെ നിന്നിട്ടാണ് ആ അനിയത്തിയുടെ കല്യാണം നടത്തിയത്, ഈ അജിതകുമാരിയുടെ. ഇപ്പോൾ ഏതാണ് പ്രശ്നം? അവരിപ്പോൾ വന്ന് ഇവിടെ താമസിച്ചിട്ട് അല്ല, ഇത് അജിതകുമാരിയുടെ സിസ്റ്റർ. അപ്പോൾ ആ ഒടുവിലത്തെ സിസ്റ്റർ ഇപ്പോൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവരെ ദേഹോപദ്രവം വരെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ട് അത് CD ആക്കിയിട്ടുണ്ട്, മൊബൈലും ആക്കിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് തന്നെ പറഞ്ഞത് ഒരു നുള്ളു പോലും തന്ന് നോവിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു ഇവിടെ. അത് ഒരു അനുഭവം പറ്റിയപ്പോഴേ അത് എനിക്ക് ആദ്യത്തെ അനുഭവം, എനിക്ക് ഇവരെ കുറിച്ച് അറിയില്ല, ഇവരെ സ്വഭാവം ഏത് രീതിയാണെന്ന് അറിയില്ല. പാവങ്ങളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് തന്നെ തയ്യാറായത്. പക്ഷേ ഇവരെ രീതികളൊക്കെ വേറെ ആണെന്നുള്ള പിന്നെയാണ് അതിന് മനസ്സിലായത്. അപ്പോൾ ഒരിക്കൽ ഒരു ചതി പറ്റിയുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഈ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ സംസാരങ്ങൾ നടക്കപ്പോൾ വഷളാവുന്ന സമയത്ത് ഞാൻ ഇതിനെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ അതാണ് തെളിവായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ CD ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സുജാത പറയുന്ന അടിക്കടിക്ക് അവൾക്ക് കൊള്ളട്ടെന്ന്. ഞാൻ ഷെയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അടിക്കടിക്ക് അവൾക്ക് കൊള്ളട്ടെ. കാര്യം എന്താ, ഈ നമ്മൾ തമ്മിൽ ഒരുമയോടെ ജീവിച്ചു കഴിഞ്ഞാൽ സുജാതയ്ക്ക് ഷെയർ കിട്ടില്ല. അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു വിട്ടതല്ലേ, ബാധ്യത തീർത്ത് വിട്ടതാണ്. മൂത്തയാളും ഇളയാളും കൂടെ ആ വീട്ടിൽ സഹകരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ നടുക്കുള്ള ആളിന് കിട്ടൂല എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ, അതാണ് ഷെയർ കിട്ടൂല. അപ്പൊ എങ്ങനെയെങ്കിലും തെറ്റിക്കണം. വീട്ടിൽ പ്രശ്നങ്ങളാണ്. അങ്ങനെ തെറ്റിച്ചോണ്ട് അവർക്ക് ഷെയർ കിട്ടുമോ? ഷെയർ ആകുന്നത് ഇപ്പൊ കോടതി കേസൊക്കെ ആയത്. ഇപ്പൊ എത്രയുണ്ട് സ്ഥലം വീടും ഒക്കെ കൂടെ? 7 സെന്റ് സ്ഥലവും വീടുമാണുള്ളത്. മുകളിലും ചോട്ടിലും ആയിട്ടുള്ള വീടാണ്. ഒറ്റ ഇതാണ്. പിന്നെ മുകളിലും ചോട്ടിലും ആയിട്ട് താമസിക്കാൻ അത് എന്നോട് വേണേല് വെച്ച് മേളി താമസിക്കണോന്ന് പറഞ്ഞതാ. ഇപ്പൊ ഒരു സ്റ്റോറിയാണ്, ഒരു നിലയാണ്. ഈ വീട് ആരാ വെച്ചത്? വീട് ആരാ വെച്ചത്? ആരുടെ പൈസ കൊണ്ടാണ് വീട് വെച്ചത്? പപ്പയുടെ അച്ഛന്റെ സമയത്ത് തന്നെ വെച്ചതാണ്. ഈ കുട്ടി കുറച്ചു കാലം വേറൊരു സ്ഥലത്ത് നിന്നാ പഠിച്ചത്. കാരണം ഈ കാലു ചെയ്യാത്തോണ്ട് വീട്ടിലല്ല, ഹോസ്റ്റൽ 7 വയസ്സ് മുതൽ വേറൊരു സ്ഥലത്ത് നിന്നാ പഠിച്ചത്, മഠത്തില്. അപ്പൊ നിങ്ങൾ 3 സഹോദരിമാര്, ഒരു സഹോദരൻ, 4 അവകാശി. അമ്മ അച്ഛനും ഇല്ല. അപ്പൊ ഇതിലിപ്പോ ഏറ്റവും വലിയ വെച്ചാൽ ഈ കുട്ടിക്ക് തീരെ വയ്യാത്തൊരു കുട്ടിയായതുകൊണ്ട്
ഇപ്പം ഇവർ അവർ പറയുന്നത് സുജാതയ്ക്കും കൊടുക്കാം, ഇതിന് 4 തന്നെ പങ്കുവെക്കാം, പക്ഷെ ഞങ്ങൾക്കുള്ള ഓഹരി കിട്ടിയ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കൂടുതൽ വെച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളാം എന്നുള്ളതാണ്. ഈ വീട് ശരിക്കും ഇവർക്ക് വാക്കാൽ പറഞ്ഞ് ഉറപ്പിച്ച വീടാണ്. എന്നിട്ടും ഇപ്പോൾ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ സഹോദരനും സഹോദരിമാരും അതിന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർക്കിപ്പോൾ മൂന്നാമത്തെ സഹോദരി പ്രശ്നം ഉണ്ടാക്കുന്ന സഹോദരി പറയുന്നത് എനിക്ക് വേറെ വീടില്ല എന്നുള്ളതാണ്. അത് 2 വീടുണ്ടെന്നുള്ളത്. പക്ഷെ 2 വീട് ആരുടെ പേരിലാണ്? ആ 2 വീടും ആരെ പേരിലാണെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. അതാണ് അന്നും ഞങ്ങൾ പറഞ്ഞത്. ആ ഭർത്താവിന്റെ വീട്ടിൽ 2 വീടുണ്ട്, പക്ഷെ അത് അയാളുടെ പേരിലാണോ എന്നുള്ളത് അറിയില്ല, നമുക്കറിയില്ല. അയാൾ പറയുന്നുണ്ട്, അത് നമ്മൾ മൊബൈലിൽ റെക്കോർഡാക്കിയിട്ടുണ്ട്, എനിക്ക് 2 വീട് അവിടെ താമസിക്കാനുണ്ട്, അവൾ അതും അവിടെ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. അത് ആ പുള്ളിക്കാരനെതിരെ ഇവള് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളാണ് പോയി അയാളെ ഇറക്കി വിട്ടത്. എന്തിനു കേസ് കൊടുത്തത്? അവര് തമ്മിൽ പ്രശ്നമായിട്ട്. അപ്പോൾ അത് ഞങ്ങളെ വിളിച്ചു, കഴിഞ്ഞ ഇതൊക്കെ മറക്കണം, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അന്നേരം ഞങ്ങളാണ് പോയി ഇറക്കി വിട്ടത്. അന്നേരം ഇവൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്തെടുത്തു. അല്ല, അത് ഇവിടെ വന്ന അനിയത്തി കുറേ ഇത് മാപ്പ് പറയലും ഈ കുട്ടിയോട് പോലും കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒക്കെ ഉണ്ടായി. പക്ഷെ നമ്മളെ മനസ്സ് കണ്ടിട്ടില്ല. ശരി, ദൈവം എല്ലാം കണ്ടിട്ടുണ്ട്. ദൈവം എല്ലാം കണ്ടിട്ടുണ്ട് മോളെ. അങ്ങോട്ട് തിരിച്ചുകൂടെ കൊടുക്കുക. ചേച്ചി ഞാൻ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. നല്ല മനസ്സോടെ മാത്രമാണെങ്കിൽ എനിക്ക് കൈ തന്നാൽ ആള് കാണാൻ എനിക്ക് തരണ്ട. അത് ഞാനും നല്ല മനസ്സോടാണ് മാത്രം എന്റെ കൈ പിടിച്ചാൽ മതി. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എനിക്ക് കൊടുക്കാൻ തരാം. എന്നിട്ടാണ് ഞങ്ങൾ 1 മാസത്തിനകം വീട് ഒഴിഞ്ഞു കൊടുക്കണം, എന്നിട്ട് ആ വീട് വിൽക്കണം, വീട് വിറ്റിട്ട് 4 പേരും പങ്കിട്ടെടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ട് വിട്ടതാണ്. അതാണ് ഇപ്പോൾ അവർ ചെയ്യാതിരുന്നത്. അന്നത് സമ്മതിച്ചു പോയതുമാണ്. സമ്മതിച്ചു പോയി. ഇപ്പോൾ ഇവിടുന്ന് പോയി വണ്ടി പോയി വിളിച്ചിട്ടും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയവർ ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന് പറയുന്നു. ഇവിടുന്ന് പോയവരെന്ത് പറയാൻ? അല്ല, വണ്ടി കൊണ്ടുപോയിട്ടേ വരത്തില്ല എന്ന്. ഇപ്പോ നിങ്ങളും താമസിക്കുന്നുണ്ട് ഈ ശ്രീകുമാരി എന്ന് പറയുന്നത്? നിങ്ങൾ വാടക വീട്ടിലാണ്. അപ്പൊ ഈ വീട്ടിൽ ആര് താമസിക്കുന്നത്? ആ പുള്ളി അതായത് 2013 ജൂണിൽ ഒരു പ്രശ്നം നടന്നു. ജൂൺ 25 അതിൽ എൻ്റെ ഭാര്യയെ എൻ്റെ മുമ്പായിട്ട് തന്നെ എൻ്റെ ഭാര്യയെ അവിടെ അടിച്ചിട്ട്, അന്ന് ഞാൻ അവിടെ ഇല്ല, സത്യം പറഞ്ഞാൽ ആ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ വർക്ക്ഷോപ്പിലായിരുന്നു, കാഞ്ഞിരംകുളം വർക്ക്ഷോപ്പിൽ വണ്ടി പണിക്ക് കൊണ്ടുപോയി. അന്നത്തെ അടിയിൽ എനിക്ക് അബോർഷൻ ഉണ്ടായി. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിക്കൊന്ന് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ ചേട്ടനെ അവളെ എൻ്റെ ഭർത്താവ് അടിച്ചതായിട്ട് കാണിച്ച് അവൾ കേസുണ്ടാക്കി ജയിലിൽ റിമാൻഡും ചെയ്യിപ്പിച്ചു. കാരണം ആ പരിസരത്ത് ഈ കുട്ടി മഠത്തിൽ നിന്ന് വളർന്നതാണ്. ഞാൻ പുതിയ ഒരാളാണ് ആ സ്ഥലത്ത്. അപ്പം എനിക്ക് വേണ്ടി ആ നാട്ടുകാർ എനിക്കോ ഈ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കില്ല. ഈ ശ്രീകുമാരിയാണ് അവിടെ വളർന്നത്. അപ്പോൾ ആ നാട്ടുകാരുമായിട്ട് ഈ കുട്ടിക്കാണ് നല്ല ബന്ധം. അപ്പം എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ആ കുട്ടിയുടെ. അപ്പം അവിടെ ഉള്ളൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ വരുന്ന ആൾക്കാരുമായിട്ട് അവർ ഒരു കാര്യത്തിന് സഹകരിക്കില്ല. അവിടെ ഉള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അതിന് കൂട്ടുനിൽക്കും. അതാണ് അവിടെ സംഭവിച്ചത്. അവിടെ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം. അനിയത്തിയെ ചേച്ചി അടിച്ചെടുത്ത് ഇട്ടിട്ട് അതിൽ ഞാൻ ശ്രീമാരി അടിച്ചതായിട്ട് വരുത്തി തീർത്ത് എന്നെ കള്ളക്കേസിൽ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇവർ പ്ലാൻ ചെയ്ത് എന്നെ കേസിൽ കുടിക്കതാണ്. ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. അതേ തുടർന്നാണോ നിങ്ങളിപ്പോൾ മാറി താമസിക്കുന്നത്? അതേ തുടർന്നാണ്. അതിനെ വീണ്ടും ഇവരെ നമ്മൾ ചതിക്കുമെന്നുള്ള കാരണം അത് എന്നിട്ട് വീട്ടിൽ ഒരു സാധനം വയ്ക്കാൻ പറ്റില്ല. മോഷണം, പൈസ മോട്ടിക്കും, സാധനങ്ങൾ ഫാൻ അഴിച്ച് മാറ്റും, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം. അങ്ങനെ നിവർത്തി കെട്ട് ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് വാടക വീട്ടിലോട്ട്. എന്താന്ന് വെച്ചാൽ ഇനിയൊരു വലിയ പ്രശ്നം ഇവർക്ക് എന്താ ഫേസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇയാൾക്ക് ജോലിക്ക് പോകുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ, എടുത്തു വേണം എല്ലാ കാര്യങ്ങളും. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആഹാരം വരെ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി. കുഞ്ഞുണ്ട്, അപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ കൂടെ എനിക്ക് 6 മാസം. അമ്മയൊക്കെ ഉണ്ട്? ഇല്ല, അച്ഛനും അമ്മയും മരിച്ചു. അച്ഛനും അമ്മയും വേറെ സഹായിക്കാനും ആരും.
ഇത് തരാൻ കാരണം മാഡം അവർ കൊടുത്ത കേസിൽ ആദ്യം നമ്മൾ തന്നെ താമസക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത് അവർ ഇതിന് മറികടന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ അവർ വാങ്ങിച്ചു, താൽക്കാലിക മാറ്റം. അതിൽ അവരാണ് അവിടെ താമസക്കാർ, നമ്മൾ താമസക്കാരല്ല. നമ്മൾ അന്ന് മുതൽ കല്യാണം കഴിഞ്ഞത് മുതൽ വേറെ മാറിയാണ് താമസിക്കുന്നതെന്ന് അതിൽ തന്നെ അതിലെഴുതിയിരിക്കുകയാണ്. കോടതിയെ അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് നമ്മൾ പറഞ്ഞതായിട്ട് ഇവിടെ അന്ന് പറഞ്ഞു. അതിന് അത് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ എനിക്ക് താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുട്ടിയെ കല്യാണം കഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛനും അമ്മയും പറഞ്ഞത് അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ കല്യാണം. ആ അണ്ടർസ്റ്റാൻഡിങ് ആയിപ്പോ എഴുതി കൊടുത്തില്ല, വേർബലായിട്ട് മാത്രമേ പറഞ്ഞു. വാക്കാൽ പറഞ്ഞ കാര്യമില്ലല്ലോ. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അത് പോട്ടെന്ന് വെച്ചു. ഇങ്ങനെ ഇവര് പിന്തിരിഞ്ഞപ്പോൾ നമ്മൾ പോട്ടെന്ന് വെച്ചു. നമുക്ക് ഇതിനെ സഹകരിച്ച് 4 പേരും കൂടെ സഹകരിച്ച് ഇതിനെ വിറ്റ് അവരവരുടെ ഷെയർ എടുത്ത് നമുക്ക് സുഖമായിട്ട് അവർ സ്വന്തം കാര്യങ്ങൾ നോക്കാം. ഇങ്ങനെ തമ്മിലടിക്കണ്ട. ഏതൊരു കാലത്തായാലും ഇത് ഷെയറായേ പറ്റൂ. അല്ല, അതിൽ അവർക്ക് എന്താ തടസ്സം? ആ വീട് വെക്കാനുള്ള വേണ്ട, അവർക്ക് അവിടെ താമസിക്കണം. എനിക്ക് തരത്തുമില്ല അങ്ങനെ പറയണ്ട. സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ എന്താണ് അറ്റാച്ച്മെന്റ് അല്ല, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. നിനക്കൊന്നും തരില്ല. ബേസ് വേണ്ടേ? അതെ, ഈ അജിതകുമാരിയോട് അന്ന് ഞങ്ങൾക്കൊരു വല്ലാതെ ഒരു എന്താ പറയാ അത്ഭുതം തോന്നിയ ഒരു കാര്യം, ആ പ്രദേശത്തുള്ള പലർക്കും ആ കുട്ടിയാണ് സപ്പോർട്ട് ചെയ്യണത്, ഇവരെ അല്ല. അതാണ് എന്താന്ന് മനസ്സിലാവാതിരുന്നത്. എനിക്ക് അവരുമായിട്ടൊരു ടച്ച് ഇല്ല. 4 ചുവരിനുള്ളിൽ ഒതുങ്ങി തീരുന്നതാണ്. കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങണമെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കെട്ടിയ ശേഷമാണ് പുറം ലോകം കാണുന്നത് തന്നെ. അല്ല, ഞാൻ അവിടെ നിൽക്കുവല്ലോ, മഠത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കെട്ടിയില്ലായിരുന്നെങ്കിൽ 4 ചുവരിനുള്ളിൽ ഒതുങ്ങിത്തീരും. അച്ഛനമ്മ മരിച്ച ശേഷം അച്ഛനമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കുറവും വരുത്തിയിട്ടില്ല. നല്ല രീതിയിലാണ് നോക്കിയിട്ടുള്ളത് എല്ലാവരും. മരിച്ചതോടെ 2 അനിയത്തിമാർക്കും ഇവിടെ ഒരു ബാധ്യതയായി മാറി. ഒരു എല്ലാ കാര്യത്തിനും ഒരു തടസ്സമായിട്ട് മാറി. അത് അവരെ പ്രാർത്ഥനയുടെ ഫലമാണ്, അച്ഛനും അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ കെട്ടിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ 4 ചുവരിനുള്ളിൽ ഒതുങ്ങിത്തീരും. അത് ഒരു മാറ്റവും ഇല്ല. കണ്ടീഷൻ അവരെ അനുനയിപ്പിച്ച് ഒരു തീരുമാനത്തിലെത്താനേ പറ്റുള്ളൂ. നിയമത്തിന്റെ വഴിയെ പോയാൽ എനിക്ക് കോടതി ഉത്തരവുണ്ടായി അവരെ നിരോധിച്ചുകൊണ്ട് എന്നെ താമസിപ്പിക്കാനായിട്ട്. അത് പാലിച്ചിട്ടില്ല, അപ്പോഴും മാറിയിട്ടില്ല. അല്ല, അത് കോടതി ഉത്തരവുണ്ടെങ്കിൽ അത് കോടതി തന്നെ അത് പാലിച്ചിരിക്കും. കോടതി ഉത്തരവ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പേപ്പറുകളും ആ സിഡിയും ഒക്കെ ഇവര് പറയുന്ന തെളിവുകളൊക്കെ കോടതി ഉത്തരവുണ്ടായി. ഭാഗിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തത്. വിൽക്കുന്നത് വരെ നമുക്ക് താമസിക്കാനായിട്ട്, അത് വിൽക്കുന്നത് വരെ നമുക്ക് ഈ കുട്ടിയെ താമസിക്കാൻ വേണ്ടിയുള്ള കോടതി ഉത്തരവ്. ഒരു കാര്യം കൂടിയിട്ടാ നിങ്ങൾ കൊടുത്തത് മജിസ്ട്രേറ്റ് കോടതിയിലാണോ അതോ സെക്കൻഡ് കോടതി? അല്ലല്ല, മജിസ്ട്രേറ്റ് കോടതിയിലാണോ കൊടുത്തത്? ഗാർഹിക പീഡന ആക്ട് ആവും കൊടുത്തിട്ടുണ്ടാവും. ആദ്യം നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടിയത്. The above petitioner has filed above 6815/13 praying to pass an interim injunction. In this court opening hearing, the learned counsel for the petitioner plaintiff has ordered 9/12/2013 heard and perceived the affidavit and documents and satisfied that the petitioner has made out a prima facie case and delay in sending the notice will defeat the purpose of suit. Hence, an interim injunction is granted against the defense counter petitioner. Adeda kodadi madam? Second additional municip court. The above said the defendant are restrained to forcibly trespass in the into the plaintiff scheduled property and demolish the building of the plaintiff residing and also restrained to peaceful enjoyment or living in the building and to cut down the trees standing in the plaintiff scheduled property by order of an interim injunction until further orders of the court. ഭാഗവ്യവഹാരമാണോ? ഭാഗിച്ച് കിട്ടാൻ വേണ്ടി അല്ലേ നമ്മളെ. എന്നിട്ട് ഇതിനകത്ത് നിങ്ങളിപ്പോ പുറത്തും അവരകത്തുമാണ്. അവരകത്തുമാണ്. നിങ്ങൾ ഇഞ്ചക്ഷൻ തരണമെങ്കിൽ
നിങ്ങളകത്ത് ഉണ്ടായിരുന്നിരിക്കണം. അതെ അതെ, ഈ സമയത്ത് അവിടെ താമസിക്കുകയായിരുന്നു അവര് താമസിച്ചിട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അടിക്കലും തൊഴിക്കലും ആ അനിയത്തി വന്ന് ഇവരെ ഭയങ്കര എന്നിട്ട് അബോർഷൻ വരെ ആയപ്പോൾ ഇനി അവിടെ താമസിച്ചാൽ ജീവന് വരെ അപകടമാവോന്ന് പേടിച്ചിട്ട് ഇവര് മാറി താമസിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇവര് വേറെ താമസിച്ചത്. ഈ ഓർഡർ ഉണ്ടായിട്ടും ഷീ റെഫ്യൂസ് ടു മൂവ് ഔട്ട്. ഇത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ അംഗീകരിച്ചില്ല. അവിടുന്ന് മാറുന്നില്ല, അനിയത്തി മാറുന്നില്ല അവിടുന്ന്. മാറുന്നില്ലെങ്കിൽ അതിന് വേറെ നിയമ വ്യവസ്ഥകളും എന്നിട്ട് പിന്നെ ഇതാണ്ട് ഇങ്ങനൊരു ഇത് കൊടുത്തിട്ട് വേറൊരു ഓർഡർ നമ്മൾ അവിടെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു. നമ്മൾ കള്ളം പറഞ്ഞിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് നമ്മൾ ഈ ഓർഡർ വാങ്ങിച്ചെന്ന് പറഞ്ഞു. ആരാണ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. അതെ, ഇത് അവര് കൊടുത്തതാണ് ഈ 2 കേസ്. അതല്ല, നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ തന്ന കോടതിയിൽ തന്നെ ഒരു പെറ്റീഷൻ കൊടുത്തുകൂടായിരുന്നോ? റൂൾ 2A അനുസരിച്ചിട്ട് ഗാർഹിക പീഡന ആക്ട് പ്രകാരമായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. അതാ മെയിൻറ്റൈനബിൾ ആവുള്ളൂ. ഇതിന്റെ ചാർജ് ഷീറ്റാണ് 323, 324, 354. അതുകൊണ്ടാണ് റിമാൻഡ് ചെയ്തത്. 354 വകുപ്പിട്ടിട്ടുണ്ട്. മാനഭംഗത്തിന് അതിന് ഈ സംഭവത്തിന് ചേട്ടന്റെ കാലി പിടിച്ച് ഇവള് മാപ്പ് ചോദിച്ചു. എന്തിന് നീ എനിക്കൊരു കുട്ടിയെ നഷ്ടപ്പെടുത്തിയിട്ട് എന്തിന് എൻ്റെ ഭർത്താവിനെ നീ പോലീസിൽ കൊടുപ്പിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവള് ചേട്ടാന്ന് പറഞ്ഞ് മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് കാലി പിടിച്ച് മാപ്പ് ചോദിക്കുന്ന അതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലുണ്ട്. ഇത് തരാൻ കാരണം മാഡം അവർ കൊടുത്ത കേസിൽ ആദ്യം നമ്മൾ തന്നെ താമസക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത് അവർ ഇതിന് മറികടന്ന ഒരു ഇഞ്ചക്ഷൻ ഓർഡർ അവർ വാങ്ങിച്ചു താൽക്കാലികമായിട്ട്. അതിൽ അവരാണ് അവിടെ താമസക്കാർ, നമ്മൾ താമസക്കാരല്ല. നമ്മൾ അന്ന് മുതൽ കല്യാണം കഴിഞ്ഞത് മുതൽ വേറെ മാറിയാണ് താമസിക്കണമെന്ന് അതിൽ തന്നെ അതിലെഴുതിയിരിക്കുകയാണ്. കോടതിയെ അവര് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് നമ്മൾ പറഞ്ഞതായിട്ട് ഇവിടെ അന്ന് പറഞ്ഞു. അത് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.